അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. തൽക്കാലം ഇവനാണ് നമ്മുടെ ഹീറോ. ഒന്ന് നോക്കി വെച്ചോ. കഥ നീണ്ട 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 കഥ. ഇതാ പിടിച്ചോ. നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള്, ബിച്ചു, ഇന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ജയസൂര്യയെ സംബന്ധിച്ചൊരു യുവനടനാണ്. അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്. ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. യുവദാസിന്റെ അമ്മയുടെ പണിയാണ് എന്നോട് കാണിച്ചത്. ഇത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് മുകേഷ്. മണിയമ്പിള്ള രാജുചേട്ടന്റെ ഭാര്യയായിട്ടാണ് അതിൽ അഭിനയിക്കാൻ പോയത്. അപ്പൊ പതുക്കെ ട്രാക്കിലോട്ട് കയറുന്നു. അല്ല മിനു, ഈ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ തനിയെ ജീവിക്കും? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇനി ആരും സൂത്രം കാണിച്ചേട്ടാ. ചേച്ചി വേറെ മൂടി. ഇവളും വെടിവെപ്പുകാരിയാണ്. തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. എന്നെ പറ്റി അറിയണോ? നിങ്ങൾ എന്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റി അറിയാം. ഡാൻസ് കളിക്കണം. പിടിക്കല്ലേ? അല്ല, ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷിയല്ലോ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. പോരുന്നോ എന്റെ കൂടെ? അടുത്ത ജംഗ്ഷന് വിടാം. അവിടെ ആകുമ്പോ കുറച്ചുകൂടി കച്ചവടം കിട്ടും.